എല്ലാവർക്കും നമസ്കാരം. നാദിയ കൊല്ലപ്പെട്ട രാത്രി ഒരു സിനിമയില്ലേ, അതുപോലെ മാലിക് എന്ന് പറയുന്ന ഈ അടുത്തിറങ്ങിയ ഫഹദിന്റെ സിനിമയും നിങ്ങൾക്കറിയാം. ഓർക്കോ നിങ്ങൾ, നാദിയ കൊല്ലപ്പെട്ട രാത്രി. നാദിയെ കൊന്നത് ആരാടോ? നാദിയെ കൊന്നത് അലി എന്ന് പറയുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ജോലി ചെയ്യുന്ന തീയനായ ആര്യയുമാണ്. നാദിയയുടെ കാമുകൻ ആര്യയാണ് തീയ ജാതിയിൽപ്പെട്ട ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ജോലി ചെയ്യുന്ന ആര്യയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ അലീക്ക, ഓർമ്മയിലെ മാലിക് സിനിമ, അലിയുമാണ് ആരെ കൊന്നത്? നാദിയെ കൊന്നത്. നാദിയ കൊല്ലപ്പെട്ട രാത്രിയാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യയുടെ ബിസ്മാർക്ക്, ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി, ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ ജനിക്കുന്നത്. ആലോചിച്ചു വെക്കുക, പട്ടേൽ ജനിച്ച വർഷമാണ് നാദിയ കൊല്ലപ്പെടുന്നത്. 1875 നാദിയയിലാണ് ജനിക്കുന്നത് പട്ടേൽ. ആലോചിച്ചു വെക്കുക. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രൂപീകരിച്ചു. തീയനായ ആര്യ എന്ന് പറഞ്ഞില്ലേ, തിയോസഫിക്കൽ സൊസൈറ്റി രൂപീകരിച്ചു, ആര്യ സമാജം രൂപീകരിച്ചു, അലിഗഡ് പ്രസ്ഥാനം രൂപീകരിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ 1875 1875 ജനിച്ച പട്ടേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമരം ഏതായിരുന്നു? ബർദോളി സത്യാഗ്രഹമല്ലേ? ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന 1928 പഠിക്കുമ്പോൾ നമ്മൾ എന്താലോചിക്കണം? സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷമാണ് 28. ലാലാ ലജ്പത് റായ് അതിന്റെ ഭാഗമായി മരണപ്പെട്ട വർഷമാണ് 28 ഇല്ലേ? 1928 നെഹ്റു റിപ്പോർട്ട് വന്നു. ബർദോളി സത്യാഗ്രഹം അതുപോലെ ഗുരു സമാധിയായ വർഷമാണ്. വിക്കത്തകുമാരൻ മലയാളത്തിന്റെ ആദ്യ ചലച്ചിത്രം പുറത്തിറങ്ങിയ വർഷമാണ് 1928. ഒളിമ്പിക്സിൽ ഒരു സ്വർണ്ണ മെഡൽ, ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ആദ്യമായിട്ട് ഇന്ത്യക്ക് ലഭിച്ചത് 1928 രാമൻ എഫക്ട് ഫെബ്രുവരി 28 ഇന്ത്യയിൽ ശാസ്ത്രദിനമല്ലേ? അത് കണ്ടുപിടിച്ചത് വർഷവും 28 അലക്സാണ്ടർ ഫ്ലെമിംഗ് പെൻസിലിൻ കണ്ടുപിടിച്ച വർഷവും 1928 അല്ലേ? സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി മാസിക അല്ലേ, അത് പുറത്തിറങ്ങിയ വർഷമാണ് 1928. ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. ഇത് കോർത്തിണക്കി കഥ പോലെ നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ഭരണഘടനയിലെ ഒരു ക്ലാസ് നമ്മുടെ ചാനൽ നിങ്ങൾ സന്ദർശിക്കുക. പ്ലേലിസ്റ്റിനകത്ത് ഭരണഘടനയ്ക്കകത്ത് രണ്ടാമത്തെ ഭാഗമായിട്ട് ഈ ഒരു ക്ലാസ് മുഴുവനായിട്ട് അരമണിക്കൂർ ക്ലാസ് ആണ് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ളവർ കാണാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനിയും ലഭിക്കാൻ തുടർന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്